Welcome to BSc Main Physics, Semester 6, BSc Main Physics. This is elective paper topic. Elective paper is electronic instrumentation, and we are seeing the transducers, unit 3, and from that, it is class number 25, active and passive transducers. What are active and passive transducers? A transducer is a device converting one type of energy into another type. An electric bulb is an example. And we are seeing active and passive transducers. What are active and passive transducers? എന്താണ് ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഇറ്റ് ഈസ് ദ ടൈപ്പ് ഓഫ് transducer device that does not require any exterior power for producing output and which is in function to convert physical signals into electrical powered signals by means of the ability of itself. അതായത് ബാഹ്യമായിട്ട് നമ്മൾ പവർ കൊടുക്കാതെ ആ ഇൻസ്ട്രുമെൻ്റ് എബിലിറ്റി ഉപയോഗിച്ചിട്ട് ഒരു ഫോം എനർജി മറ്റൊന്നിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഡ്യൂസർ. എക്സ്റ്റേണൽ പവർ സപ്ലൈ ആവശ്യമില്ലാത്ത ട്രാൻസ്ഡ്യൂസർ. ഇൻറ്റേർണൽ ആയിട്ടുള്ള അതിൻ്റെ ഫംഗ്ഷൻ തന്നെ മതിയാകും ആ എനർജി കൺവേർഷന്. അത്തരം ട്രാൻസ്ഡ്യൂസറിനെ നമ്മൾ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. An active sensor no longer needs any other power supply to convert signals from one form to some different form. അപ്പോൾ ഒരു ഫോമിലുള്ള എനർജി മറ്റൊന്നിലേക്ക് മാറ്റാൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൽ എക്സ്റ്റേണൽ പവർ സപ്ലൈ ആവശ്യമില്ല. എ തെർമോകപ്പിൾ ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് ആൻ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഒരു തെർമോ ഇലക്ട്രിക് കപ്പിള് ടെമ്പറേച്ചറിനെ ഹീറ്റിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റുന്ന ഡിവൈസ്. ഈ തെർമോകപ്പിളിനകത്ത് തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ്. ഇത് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ജനറേറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ഫോം ഓഫ് വോൾട്ടേജ് ആൻഡ് ഇലക്ട്രിക്കൽ പവേർഡ് സിഗ്നൽസ്. വോൾട്ടേജ് ആയിട്ടും ഇലക്ട്രിക്കൽ പവേർഡ് സിഗ്നൽസ് ആയിട്ടും ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ കൺവേർട്ട് ചെയ്യും. ഇനി എന്താണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ? It is an externally powered transducer and is a type of gadget that is no longer in a position to convert a physical signal into electrical powered signals through itself. It converts signals by means of any other energy source. അതായത് സ്വന്തമായിട്ട് ഒരു ഫോമിലുള്ള എനർജി മറ്റൊന്നിലേക്ക് മാറ്റാൻ കഴിവില്ലാത്ത ഡിവൈസാണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. അത് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ എക്സ്റ്റേണൽ പവർ സപ്ലൈ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് വിച്ച് പ്രൊഡ്യൂസസ് വേരിയേഷൻ വെൻ comes into contact with any passive element. Strain gauges, capacitive transducers and thermistors are examples of passive transducers. ഇപ്പോൾ സ്ട്രെയിൻ ഗേജ്, കപ്പാസിറ്റർ ട്രാൻസ്ഡ്യൂസേഴ്സ്, തെർമിസ്റ്റേഴ്സ് ഇതെല്ലാം പാസീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ എക്സാമ്പിളാണ്. ഈസ് ഔട്ട്പുട്ട് ഫോം റിലൈസ് അപ്പോൺ ദി വേരിയൻറ്റ് ഇൻ പാസീവ് ട്രാൻസ്ഡ്യൂസർ അസോസിയേറ്റഡ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ ചേഞ്ച് നമ്മൾ എക്സ്റ്റേണൽ പവർ കൊടുത്ത് ഉണ്ടാക്കുന്ന ചേഞ്ചാണ് ഔട്ട്പുട്ടിനെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് രണ്ടിൻ്റെയും തമ്മിലൊരു കമ്പാരിസൺ കൊടുക്കുകയാണ്. ഫസ്റ്റ് കോൾ അപ്പോൾ മുകളിലത്തെ അപ്പോൾ വാട്ട് ആർ ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് ചോദിച്ചാൽ മുകളിലത്തെ 2 പാരഗ്രാഫ് മതിയാവും. എങ്കിലും ഒരു വിശദമായൊരു കമ്പാരിസൺ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം. Distinction between the two. The first column is active transducer, the second column is passive transducer. Number 1, it is a kind of transducer which generates output in the form of voltage or current without any exterior power supply. ഇപ്പോൾ ബാഹ്യ പവർ സപ്ലൈ ഇല്ലാതെ ഔട്ട്പുട്ട് കറണ്ടായിട്ടോ വോൾട്ടേജ് ആക്കി മാറ്റും. അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ് പാസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ട്രാൻസ്ഡ്യൂസർ whose interior parameters include capacitance, resistances, the smallest signals and inductance modified or changed when it comes in
കോണ്ടാക്ട് വിത്ത് എനി പാസീവ് എലമെൻറ്റ്. അപ്പോൾ ഇത് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഇൻഡക്റ്റൻസ് ഒക്കെ മാറാവുന്നതാണ്. ഇനി ആക്റ്റീവ്, ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പിൾ includes drawing energy from measured source. Energy from measured source. It's working includes drawing energy from measured source. അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സോഴ്സിൽ നിന്നാണ് എനർജി അത് എടുക്കുന്നത്. ഇറ്റ്സ് വർക്കിംഗ് പ്രിൻസിപ്പൽ ഇൻക്ലൂഡ്സ് ഡ്രോയിങ് പവർ ഫ്രം എക്സ്റ്റേണൽ സോഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഇൻറ്റേണൽ സോഴ്സ് ആണെങ്കിൽ പാസീവ് ട്രാൻസ്ഡ്യൂസറിനകത്ത് എക്സ്റ്റേണൽ സോഴ്സാണ് ഉപയോഗിക്കുന്നത് എനർജി വർക്ക് ചെയ്യാനുള്ള എനർജിക്ക് വേണ്ടി. These kinds of transducers are also known as self-generating transducers, as they do not need any external power source. അപ്പോൾ ബാഹ്യ പവർ സോഴ്സ് ആവശ്യമില്ലാത്തതുകൊണ്ട് ഇതിനെ സെൽഫ് ജനറേറ്റിംഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കും, ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിനെ. അപ്പോൾ പാസീവിനെ എന്ത് പറയും നമ്മൾ? ദീസ് ആർ ഓൾസോ നോൺ ആസ് എക്സ്റ്റേണലി പവേർഡ് transducers, as they need an external power supply to perform tasks. അപ്പോൾ എനർജി കൺവേർട്ട് ചെയ്യണമെങ്കിൽ, കൺവേർഷൻ നടക്കണമെങ്കിൽ എക്സ്റ്റേണൽ പവർ ആവശ്യമുണ്ട്. അതുകൊണ്ട് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ നമ്മൾ എക്സ്റ്റേണലി പവേർഡ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും. പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിനെ എക്സ്റ്റേണലി പവേർഡ് ട്രാൻസ്ഡ്യൂസർ എന്ന് വിളിക്കും. അടുത്തത് ആക്റ്റീവ്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പവർ സപ്ലൈ ഫോർ ഇറ്റ്സ് ഫങ്ഷനിങ്. പ്രവർത്തനത്തിന് അതിൻ്റേതായ പവർ സപ്ലൈ ഉണ്ട്. പാസീവ് ആണെങ്കിൽ ഫോർ ഇറ്റ്സ് ഫങ്ഷനിങ് ഇറ്റ് റിക്വയേഴ്സ് ആൻ എക്സ്റ്റേണൽ പവർ സപ്ലൈ. നേരത്തെ പറയുന്നത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത ആക്റ്റീവ്. ഇറ്റ് ഹാസ് മച്ച് സിംപ്ലർ ഡിസൈൻ അൺലൈക്ക് പാസീവ് ട്രാൻസ്ഡ്യൂസർ. പാസീവ് ട്രാൻസ്ഡ്യൂസറിനെ അപേക്ഷിച്ച് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഡിസൈൻ സിമ്പിളാണ്. ഇവിടെ പാസീവ് ഇറ്റ് ഹാസ് എ ഡിസൈൻ ദാറ്റ് ഈസ് കോംപ്ലക്സ് ആസ് കമ്പയർഡ് ടു ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസറായിട്ട് നോക്കുമ്പോൾ പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിൻ്റെ ഡിസൈൻ, അതിൻ്റെ നിർമ്മാണം അല്പം കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. ആക്റ്റീവ്. സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ പ്രഷർ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ഇൻ ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് വെരി ലോ. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് എ ലോ റെസൊല്യൂഷൻ. ഇപ്പോൾ പ്രഷറൊക്കെ അളക്കാനായിട്ട് പ്രയാസമാണ്, കാരണം ലോ റെസൊല്യൂഷൻ ഡിവൈസാണ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ. ഇനി പാസീവ്. ഇറ്റ് ക്യാൻ ഡിറ്റക്റ്റ് സ്മോൾ ചേഞ്ചസ് ഇൻ ഔട്ട്പുട്ട്. ചെറിയ ഔട്ട്പുട്ട് പോലും അളക്കാൻ പറ്റും ഈസിലി ആൻഡ് മോർ ആക്യുറേറ്റ്ലി. ദാറ്റ് ഈസ് ഇറ്റ് ഹാസ് ഹൈ റെസൊല്യൂഷൻ. പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സിന് ഹൈ റെസൊല്യൂഷൻ ഉണ്ട്. അതിൻ്റെ വളരെ ചെറിയ ഔട്ട്പുട്ട് പോലും അളക്കാൻ അതിന് കഴിയും. ഇനി ആക്റ്റീവ്. ദി ഔട്ട്പുട്ട് ഓഫ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ സിഗ്നൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ്. The output of active transducers depends upon signals which is used for measurement. മെഷർമെൻറ്റിന് ഉപയോഗിക്കുന്ന സിഗ്നലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദി ഔട്ട്പുട്ട് ഓഫ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ഡിപ്പെൻഡ്സ് സിഗ്നൽ ഫ്രം ദി എക്സ്റ്റേണൽ പവർ സപ്ലൈ. എക്സ്റ്റേണൽ പവർ സപ്ലൈയിലെ സിഗ്നലിനെ ആശ്രയിച്ചാണ് ഒരു പാസീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരേ ക്വസ്റ്റ്യൻ തന്നെ രണ്ട് തരത്തിലും എഴുതിയിരിക്കുക. ആദ്യം 2 പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് എഴുതിയാലും മതി. ഇനി 2 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റിങ്ഷനായിട്ട് ഒരു 3-4 ഡിസ്റ്റിങ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ സെപ്പറേറ്റ് എഴുതുക. ആകെ ഒരു ക്വസ്റ്റ്യനാണ് ഇതിന് പ്രധാനമായിട്ടുള്ളത്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അല്ലെങ്കിൽ വാട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ, ഗീവ് എക്സാമ്പിൾ. വാട്ട് ഈസ് പാസീവ് ട്രാൻസ്ഡ്യൂസർ, ഗീവ് എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. Number 1, what are active transducers? Give examples. Number 2, what are passive transducers? Give examples. Number 3, distinction between active and passive transducers. Answers are evident. You can read it once again and try to answer these questions. And that is all with your 25th lecture. We continue our class. Thank you very much.